വരാത്ത? ഞാനും മാറ്റിച്ചു, അങ്ങേരും മാറ്റിച്ചു. അത് പിന്നെ അവിടെ വന്നിരിക്കുക. എന്റെ ഒരു മുറച്ചക്കനുണ്ട്, നഗലേട്ടൻ. ആള് ആന്ധ്രയിൽ വലിയ പൂജാരിയാ. ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് ഈ പ്രേതങ്ങളൊക്കെ ഒഴിപ്പിക്കുന്ന ആളാ. നഗലേട്ടൻ വന്നാ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ എന്നെ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കണോ? അവിടെ വീട്ടിൽ ആള് വന്നേക്കണു. ഇക്ക ഇതാട്ടോ ഇവിടുത്തെ മോള്. ആണോ? നേരത്തെ എത്തിക്കോളോട്ടാ. പിന്നെ എന്നാ ശരി മോളെ, കാണാം. എന്താ അമ്മാവ? അമ്മാന്റെ കഴുത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്ക് ആ പ്രേമിലേക്ക് നോക്കുമ്പോഴേ എന്തോ ഒരു ഇതുമാതിരി പോലെ തോന്നുന്നു. എന്നാ പിന്നെ നോക്കാതിരുന്നാ പോരെ? അതെങ്ങനെ ശരിയാവും മോളെ? ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ. എനിക്ക് നേരെ മാത്രമല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. എന്നെ മോളൊന്ന് തിരിച്ചിരുത്തിക്കേ. അമ്മാവ അങ്ങനെ തിരിച്ചിരുത്തിയത് വീണ്ടും ഉളുക്കൂലേ? എന്നാ ശരി. എന്തായി തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ? എല്ലാവരും എത്താറായ? ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഫ്രണ്ട്സും പിന്നെ കുറച്ച് അയൽക്കാരും. പാട്ടും കൂത്തും നല്ല മേളായിരിക്കല്ലേ? വേണ്ട, പാട്ട് വേണ്ട. ഇവിടെ പാട്ടില്ലാത്ത പരിപാടി മതി. പണ്ടത്തെ പോലെ കട്ടക്കൊന്നും ഉറപ്പില്ലല്ലോടാ. ബംഗാളികൾ പണിയൊന്നും എടുക്കണല്ലേ? ആ ബായ്, പണിയെടുക്ക് ബായ്. നാളെ എനിക്കൊരു 4000 കട്ട വേണം. 4000 കട്ടേ? മറ്റേ കക്കൂസ് കണക്ക് കെട്ടുന്ന വീട്ടുകാർക്ക് കൊടുക്കാനാണ്? അതെ. അവർക്ക് 2000 കൊടുത്താൽ മതി. എന്നാ പിന്നെ അവർക്ക് 2000 കൊടുക്കാല്ലേടാ? നീ എത്ര വാക്ക് പറഞ്ഞു? 2000. ഞാൻ പെട്ടെന്ന് മറന്നുപോയതാ. 2000 പറഞ്ഞ. എനിക്ക് അവർക്ക് 4000 കൊടുത്തോ? ഉറപ്പിച്ച്. ഭയങ്കര കച്ചവടമൊക്കെ ആണല്ലോ. ഡെയിലി 5000 കട്ടയുടെ കഴിച്ചു. നിങ്ങളുടെ സ്വന്തം സ്ഥാപനമൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? സ്വന്തം പോലെ. ശരി. ടാക്സ് ഒക്കെ അടയ്ക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഫുള്ള് കള്ളപ്പണോ. രാവിലെ ആവുമ്പോൾ വിളിപ്പിക്കും, വൈകിട്ടാവും വിളിപ്പിക്കും. അല്ല, ആരാ? ഞാൻ ഇവിടുത്തെ GST ഓഫീസറാണ്, കോതമംഗലം. GST ഓഫീസർ. ഞാനിപ്പോൾ അതൊന്നും പറയാനല്ല വന്നത്. നമ്മൾ ഓണമൊക്കെ വരികയല്ലേ. അപ്പം നിങ്ങളെ ഈ നാട്ടിൽ ആദ്യമായിട്ട് വരുന്ന സ്ഥിതിക്ക് നിങ്ങളൊക്കെ ഒന്ന് എല്ലാവരും പരിചയപ്പെടുകയും ചെയ്യാം. അപ്പം നമുക്കൊരു ചെറിയൊരു ഓണാഘോഷം അടിച്ചു പൊളിച്ച് നമുക്ക് ഓണം ഒന്ന് നമ്മളെ വീട്ടിൽ തന്നെ അങ്ങ് ആഘോഷിക്കാം. ഉണ്ടല്ലോ അതെന്ത് പരിപാടി? അപ്പൊ 5000 ഒന്നുമില്ല, 50 ഒരു താമസല്ലേ? ഓക്കെ, ശരി. പരിപാടി ക്ഷണിക്കാൻ വന്നപ്പോല്ലേ ഞാൻ കാണിച്ചു കൊടുത്തേനെ. ആരാണ് ഇയാള്? നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ആ പുതിയതായിട്ട് ആ വീട്ടിൽ താമസിക്കാൻ വന്ന ചേച്ചിയുടെ കൂടെയുള്ള പൂജക്ക് 54K ഫോളോവേഴ്സ് ഉണ്ട്, 50 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, 10 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ആക്സെപ്റ്റ് ചെയ്താലോ ഓക്കെ, ഇല്ലെങ്കിൽ മൂഞ്ചി. എടാ ഡീറ്റെയിൽഡ് കോഴി, നിനക്ക് ഇവിടെ കട്ടടിക്കുന്ന പോരാനായിട്ട് നീ ഇൻസ്റ്റാഗ്രാമിൽ കയറി കട്ടടിക്കുന്ന. ഓഹോ, സ്വാമിജി എപ്പോഴാണാവോ നന്നായത്? മനസ്സിലായില്ല. അല്ല, ഞാൻ എന്നാലും ഈ പരിപാടിക്ക് വരുന്നില്ല. എടാ നീയല്ലേ പറഞ്ഞ ആ കൊച്ചിനെ കണ്ടപ്പോ നല്ല കൊച്ചാണെന്നൊക്കെ? ഞാൻ വിളിച്ചാ പോട്ടാ. നീ പോ. എടാ പൂജ ഓ ശരിയാത്തുണ്ട്. അടുത്ത ഓണത്തിനെങ്കിലും കെട്ടി തീരൂടെ? പിന്നെ ചേട്ടനെട്ടിക്കൂടെ? ഒന്ന് കെട്ടി എൻ്റെ പാട് ഇപ്പോഴും അനുഭവിച്ചോണ്ടിരിക്കുക. അശ്വതി, ഓണാഘോഷത്തിന് റെഡിയാവാൻ പറഞ്ഞിട്ട് ഞാൻ റെഡിയായില്ല. ഇവിടെ ബാക്കിയുള്ളവരാരും റെഡിയായിട്ട് കാണാനില്ല. മരുമോൻ ഓണാഘോഷിക്കലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര കളറാവുമെന്ന് വിചാരിച്ചില്ല. അങ്കിളെ, ഓണായിട്ട് താടിയിലെ മേക്കപ്പ് സൂപ്പർ, ഹൈലൈറ്റ് സാധനം. അതായത് മേക്കപ്പ് അല്ല, എൻ്റെ പെടലി ഒടിഞ്ഞതാ. അയ്യോ സോറി, എനിക്ക് ലോങ് സൈറ്റ് ഷോട്ടാ, അതിന്റെ. ഓ, ഞാൻ തന്നെ ഷോർട്ടാക്കി തരാം. ഇപ്പൊ കാണിച്ചതാ. ഇവിടെ പാട്ട് വെക്കല്ലേ? പൂവേ നമ്മുടെ വീട്ടിൽ പൂക്കളം ഒരുങ്ങി നിൽക്കുന്നോ, അത്തപ്പൂവുകൾ സുന്ദരമായി. ഓണമെത്തി നമ്മുടെ കൂടെ, സന്തോഷം
നീ വരൂലെന്ന്. അല്ല പൂജ എന്റെ പൂജ ഉണ്ടാക്കാറിയാ. ഇവന് നാളെ ഒരു പൂജ ഉണ്ടെന്ന് അറിയായിരുന്നു അല്ലേടാ? അതെ 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 എല്ലാ പ്രശ്നങ്ങളും ഓണത്തിൻ്റെ പുട്ടുവെച്ചോട്ട് വന്നിട്ടുണ്ടല്ലോ നിങ്ങളെന്നെ മുന്നിൽ പറയാം. മോളെ നഗലം വന്നൂട്ടാ. गुरु श्वशुर बंधुना